എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ അന്വേഷണ നടപടികൾക്കെതിരെ വിവാദ കമ്പനിയായിട്ടുള്ള CMRL നൽകിയിട്ടുള്ള അപ്പീലിൽ ആണ് ഹൈക്കോടതി വിധി പറയാൻ പോകുന്നത്. ആ വിധി പ്രസ്താവം പറയാനിരിക്കെ തന്നെയാണ് EDയുടെ ഡയറക്ടർ, അതായത് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ മേധാവി രാഹുൽ നവീൻ ഇപ്പോൾ കൊച്ചിയിൽ തുടരുന്നത്. അല്പസമയത്തിനകം തന്നെ EDയുടെ ഉന്നതതല ഉദ്യോഗസ്ഥ യോഗം ആരംഭിക്കും എന്നതാണ് വിവരം. അതോടൊപ്പം തന്നെ EDയുമായി ബന്ധപ്പെട്ട അഭിഭാഷകർ ഉൾപ്പെടെ ഇതിൽ പങ്കെടുക്കുന്നു എന്നതുമാണ് വിവരം. ഹൈക്കോടതി വിധി വരുന്ന പശ്ചാത്തലത്തിൽ കേസിന്റെ അടുത്ത ഘട്ട അന്വേഷണ പുരോഗതിയും തുടർ നടപടികളും ചർച്ച ചെയ്യുന്നതിന് വേണ്ടിയാണ് ഈ അടിയന്തരമായ യോഗവും അടിയന്തരമായ സന്ദർശനവും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി നവമിയിലേക്കാണ് ആദ്യം പോകുന്നത്. നവമി, മാസപ്പടി കേസിലെ നിർണായകമാകാൻ പോകുന്ന ഒരു വിധി പ്രസ്താവമാണ് ഹൈക്കോടതിയുടേത്. പ്രത്യേകിച്ച് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് ഈ അന്വേഷണവുമായി ഇനി മുന്നോട്ട് പോകാൻ സാധിക്കുമോ? അതാണ് ഈ വിധി പ്രസ്താവത്തിലൂടെ അറിയേണ്ടത്. അഭിലാഷ്, എന്തായാലും രാവിലെ തന്നെ ഈ കേസുമായി ബന്ധപ്പെട്ട, അതായത് 10 മണിക്ക് തന്നെ കോടതി ആരംഭിക്കും. അതിനുശേഷം ആദ്യ കേസായിട്ട് തന്നെയായിരിക്കും ഇത് എടുക്കുക. CMRLന്റെ ഈ ഒരു കേസ് ഹർജി പരിഗണിക്കുക. അങ്ങനെയാണെങ്കിൽ ഏകദേശം ഒരു 11 മണിക്ക് മുന്നെയായി ഈ കേസിന്റെ വിധി എന്താണ്, CMRLന്റെ ഹർജിയിൽ എന്തായിരിക്കും വിധി എന്നത് നമുക്ക് അറിയാൻ സാധിക്കും. ഞാനിപ്പോൾ നിൽക്കുന്നത് ED ഓഫീസിന് മുന്നിലാണ്. ഇവിടെയാണ് ED യോഗം ചേരുന്നത്. ED ഡയറക്ടർ അല്പസമയത്തിനുള്ളിൽ തന്നെ ഇവിടേക്ക് എത്തും. അദ്ദേഹം ഇന്ന് ഇവിടെ ED ഉദ്യോഗസ്ഥർ അതോടൊപ്പം തന്നെ അഭിഭാഷകരുമായിട്ടുള്ള ഒരു ചർച്ച നടക്കും. ആ ചർച്ചയിൽ പ്രധാനമായും ഈ വിധി വന്നതിന് ശേഷം എന്ത് നടപടികൾ സ്വീകരിക്കുക എന്നതായിരിക്കും ഇന്നത്തെ ചർച്ചയിൽ പ്രധാനമായും മുന്നോട്ട് ഇന്ന് നടക്കുന്നത്. നമുക്കറിയാം, ഈ അഭിലാഷ് ആദ്യം സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ റെയ്ഡുമായി ബന്ധപ്പെട്ട 12 ഇടങ്ങളിലായിരുന്നു റെയ്ഡ് നടന്നത്. ആ റെയ്ഡിന് ഒടുവിലായി വീണ വിജയന്റെ വീട്ടിലെ റെയ്ഡ് അവസാനിച്ചപ്പോൾ ഉണ്ടായ പ്രതിഷേധം ഏത് തരത്തിലായിരുന്നു എന്ന് നമ്മൾ കണ്ടതാണ്. പ്രത്യേകിച്ച് ED ഉദ്യോഗസ്ഥർക്കെതിരായിട്ടുള്ള ആക്രമണമൊക്കെ വലിയ ഗുരുതരമായിട്ടുള്ള വീഴ്ചയായി തന്നെയാണ് ED അതിനെ കണക്കാക്കുന്നത്. ആ ഒരു സാഹചര്യം കൂടി കണക്കിലെടുത്ത് ഉദ്യോഗസ്ഥർ അതിഗൌരവത്തോടുകൂടി തന്നെ ഈ കേസിനെ കാണുന്നു, പരിഗണിക്കുന്നു. അടുത്ത തുടർ നടപടികൾ എത്രയും വേഗത്തിലാക്കുക എന്നത് തന്നെയാണ് അന്വേഷണ ഉദ്യോഗസ്ഥർ മുന്നിലേക്ക് വെക്കുന്നത്. ഇന്നത്തെ യോഗത്തിൽ അക്കാര്യങ്ങളായിരിക്കും പ്രധാനമായും ചർച്ച ചെയ്യുക. പ്രത്യേകിച്ച് അക്കാര്യങ്ങൾ തന്നെയാണ് പ്രധാനമായും ചർച്ച ചെയ്യുന്നതും. ഇനി ഈ വിധി വന്നതിന് ശേഷം വിധി അനുകൂലമാകുമെന്ന് തന്നെയാണ് ED ഉദ്യോഗസ്ഥർ പ്രതീക്ഷിക്കുന്നത്. കാരണം കഴിഞ്ഞ തവണയൊക്കെ ഈ ഹർജി പരിഗണിക്കുമ്പോൾ ഇതിന്റെ ഒരു വാദം നടക്കുന്നതിന്റെ വേളയിൽ CMRL ഉയർത്തിക്കാട്ടുന്നത് ഇത് SFIO അന്വേഷണത്തിൽ പോലും പ്രത്യേകിച്ചൊന്നും കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല. ആ ഒരു സാഹചര്യത്തിൽ ഇനി ഇത്തരത്തിലുള്ള EDയുടെ അന്വേഷണത്തിൽ എന്ത് പ്രാധാന്യമാണുള്ളതെന്ന ചോദ്യമായിരുന്നു കഴിഞ്ഞ വാദത്തിനിടയിൽ ഉന്നയിച്ചത്. പക്ഷേ അതിനെ CMRLന്റെ വാദങ്ങളെ പൂർണ്ണമായും ഖണ്ഡിക്കുന്ന തരത്തിലുള്ള പരാമർശങ്ങളൊക്കെയായിരുന്നു കോടതിയിൽ നിന്നും ഉണ്ടായത്. കോടതി പ്രധാനമായും ചോദിച്ചത് ഇതൊരു പൊതുമേഖലാ സ്ഥാപനമല്ലേ, അത് അങ്ങനെയാണെങ്കിൽ അത്തരത്തിലൊരു അന്വേഷണത്തിലേക്ക്, ഒരു സംശയത്തിന്റെ പേരിൽ ഒരു അന്വേഷണം വന്നു കഴിഞ്ഞാൽ ആ അന്വേഷണത്തെ അവരന്വേഷിക്കട്ടെ, അത് കേന്ദ്ര ഏജൻസികൾ അന്വേഷിക്കട്ടെ. അതിലിപ്പോൾ പ്രത്യേകിച്ച് ഒന്നും തന്നെ കണ്ടെത്താൻ കഴിഞ്ഞില്ല. കമ്പനിക്ക് ക്ലീൻ ചീറ്റ് നൽകുകയാണെങ്കിൽ അതൊരു കമ്പനിക്ക് തന്നെ ഗുണകരമല്ലേ എന്നൊരു ചോദ്യമായിരുന്നു ഹൈക്കോടതി അന്ന് CMRLനോട് ചോദിച്ചത്. അത്തരത്തിലുള്ള നിരീക്ഷണമൊക്കെ കോടതിയുടെ ഭാഗത്തു നിന്നും നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ഇത് അനുകൂലമാകുന്ന ഒരു വിധി ആയിരിക്കും EDക്കുണ്ടാകുക എന്ന പ്രതീക്ഷയിലാണ് ED. പക്ഷെ അതേസമയം CMRLും വലിയ പ്രതീക്ഷയോടുകൂടി തന്നെയാണ് ഈ ഒരു വിധിയെ കാത്തു നിൽക്കുന്നത്. പക്ഷേ വീണ വിജയനെ ചോദ്യം ചെയ്യലുമായി ബന്ധപ്പെട്ട് യാതൊരുവിധ തടസ്സവും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇന്നത്തെ വിധിക്ക് ശേഷം തുടർ നടപടികൾ സ്വീകരിച്ചാൽ മതിയാകുമെന്നൊരു തീരുമാനത്തിലേക്ക് ED ഉദ്യോഗസ്ഥർ എത്തുകയായിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്നിപ്പോൾ വിധി വന്നതിന് ശേഷം യോഗത്തിനൊടുവിലായി ഇന്ന് EDയുടെ ഒരു യോഗമുണ്ട്. ആ യോഗത്തിൽ ഈ വിധി പരിഗണിച്ച്, ഈ വിധി കൂടി പരിഗണിച്ചതുകൊണ്ട് തുടർ നടപടികളിലേക്ക് പോകാമെന്നൊരു ഘട്ടത്തിലേക്ക് എത്തുന്നത്. നമുക്കറിയാം, 5 വർഷത്തിന് ശേഷമാണ് ED ഡയറക്ടർ കൊച്ചിയിലേക്ക് എത്തുന്നത്. അപ്പോൾ അതീവ ഗൌരവത്തോടുകൂടി തന്നെയാണ് ED ഈ ഒരു കേസിനെ കണക്കാക്കുന്നത്. പ്രത്യേകിച്ച് അവർക്കെതിരായിട്ടുള്ള ഒരു അതിക്രമം കൂടി നിലനിൽക്കുന്ന സാഹചര്യത്തിൽ, അതിക്രമം കൂടി നടന്ന സാഹചര്യത്തിൽ അതീവ നവമി സൂചിപ്പിക്കുന്ന പോലെ തന്നെ ഈ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ മേധാവി കേരളത്തിലേക്ക് എത്തുമ്പോൾ 5 വർഷങ്ങൾക്ക് മുമ്പുണ്ടായിരുന്ന ഒരു പശ്ചാത്തലമല്ല, ഇപ്പോഴിതാ ഭരണം മാറിയിരിക്കുന്നു എന്നുള്ളതുണ്ട്. ഈ ആരോപണ വിധേയയായിട്ടുള്ള
വീണ എന്നത് ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവിൻ്റെ മകൾ കൂടിയാണ് എന്നത്, അതോടൊപ്പം തന്നെ ഇ ഡിയുടെ പരിശോധന, അതിനുശേഷം ഇ ഡിയുടെ വാഹനം ആക്രമിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങളെത്തി. അതിനെ അങ്ങേയറ്റം ഗൗരവത്തോടു കൂടിയാണ് ഇ ഡി നോക്കിക്കാണുന്നത്. നമുക്കറിയാം, ഇത്തരം ആക്രമണങ്ങൾ ഇന്ത്യയുടെ പല ഭാഗങ്ങളിലും ഇ ഡി നേരിട്ടിട്ടുണ്ട്. ആ ആക്രമണങ്ങൾക്ക് നേതൃത്വം നൽകിയവരിൽ പലരും ഇപ്പോഴും ജാമ്യം ലഭിക്കാതെ തന്നെ ജയിലിൽ തുടരുന്ന സാഹചര്യം കൂടിയാണുള്ളത്. അപ്പോൾ ഇത്തരം സംഭവങ്ങളെ അതീവ ഗൗരവത്തോടു കൂടിയാണ് ഇ ഡി കണക്കാക്കുക. കാരണം കേന്ദ്ര ഏജൻസിയാണ്. ആ ഏജൻസിയുടെ തെളിവ് ശേഖരണത്തെയോ തെളിവ് ശേഖരണത്തിന് ശേഷമുള്ള മറ്റ് നടപടിക്രമങ്ങളെയോ തടയുക, എന്നാൽ തെളിവ് നശിപ്പിക്കുക എന്നതുകൂടിയാണ്. അത് ഗുരുതരമാകുന്ന കുറ്റം ആയി മാറുന്ന സാഹചര്യം ഉണ്ടാകുന്നു. ആ ഒരു പശ്ചാത്തലത്തിൽ ഇപ്പോഴിതാ നമ്മൾ നേരത്തെ ദൃശ്യങ്ങളിൽ കണ്ടു, കേന്ദ്രസേനയാണ് എപ്പോഴും ഇ ഡിക്ക് സുരക്ഷയൊരുക്കുന്നത്. ഇവിടെയും വലിയ സേനയെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഒപ്പം ഈ കേരള പോലീസിന് വലിയ വിമർശനം നേരിട്ടൊരു പശ്ചാത്തലമുണ്ടായിരുന്നു. ഇത്രയധികം സുരക്ഷ ഒരുക്കേണ്ട ഇടത്ത്, പ്രത്യേകിച്ച് പ്രതിഷേധങ്ങൾ ഉണ്ടായപ്പോൾ പോലും കൃത്യമായ ഒരു പോലീസ് സേനയെ വിന്യസിച്ചില്ല എന്ന ആക്ഷേപം നിലനിൽക്കുന്ന പശ്ചാത്തലമുണ്ട്. അപ്പോൾ ഇനി തുടർ നടപടികൾ, അതിപ്പോൾ കോടതി വിധിയെ കൂടി ആശ്രയിച്ചാണ് ഇരിക്കുക എങ്കിൽ പോലും സംസ്ഥാനത്തും ഒരു ജാഗ്രത ഈ വിഷയത്തിലുണ്ടോ? പോലീസിന്റെ സുരക്ഷയും കേന്ദ്രസേനയും എത്രത്തോളം ശക്തമായ സംവിധാനങ്ങളാണ് ഒരുക്കിയിട്ടുള്ളത്? അഭിലാഷം, ഞാനിപ്പോൾ നിൽക്കുന്നത് ഇ ഡി ഓഫീസിന് മുന്നിലാണ്. ഇവിടെ പോലീസിന്റെയും ഒരു സുരക്ഷ ഒരുക്കിയിട്ടുണ്ട്. പോലീസ് ബാരിക്കേഡ് വെച്ചിട്ടുണ്ട്, പോലീസിന്റെ സുരക്ഷയുണ്ട്, പോലീസ് ഉദ്യോഗസ്ഥരും ഇവിടെയുണ്ട്. കാരണം ഏതെങ്കിലും വിധത്തിലുള്ള അക്രമം ഇവിടെ ഉണ്ടാകാതിരിക്കാനുള്ള ഒരു മുൻകരുതലായി തന്നെയാണ് പോലീസും ഇവിടെ എത്തിയത്. നേരത്തെ ഒരു വിമർശനം പോലീസ് അടക്കം കേട്ടതാണ് ഇ ഡി ഉദ്യോഗസ്ഥർക്കെതിരായിട്ടുള്ള ആക്രമണത്തിൽ. എന്താണ് പോലീസ് ചെയ്തത്, എന്തുകൊണ്ടാണ് പോലീസ് വേണ്ട വിധത്തിലൊരു നടപടി സ്വീകരിക്കാത്തത്, ഇടപെടാത്തത് എന്ന തരത്തിലുള്ള വിമർശനങ്ങളൊക്കെ നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് പോലീസ് ഉദ്യോഗസ്ഥരുടെയും ഒരു സുരക്ഷ ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. ഒപ്പം കേന്ദ്ര ഏജൻസിക്ക് സുരക്ഷ തരത്തിലുള്ള എല്ലാ തരത്തിലുള്ള സുരക്ഷയും ഒരുക്കിയിട്ടുണ്ട്. പ്രത്യേകിച്ച് എം ഡി കൂടി കേരളത്തിലേക്ക് എത്തുന്ന സാഹചര്യത്തിൽ, ഇന്ന് മീറ്റിംഗിനായി ഇവിടേക്ക് എത്തുന്ന സാഹചര്യത്തിൽ ആ ഒരു സുരക്ഷ അല്പം കൂടി വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ബാരിക്കേഡ് അടക്കം ഇവിടെ ഉണ്ട്. ഇനി ഏതെങ്കിലും തരത്തിലുള്ള ആക്രമണം ഉണ്ടായാലോ ഇനിയും ഒരു വിമർശനത്തിലേക്ക് അല്ലെങ്കിൽ ഒരു വീഴ്ചയിലേക്ക് വഴിവെക്കാതിരിക്കാനുള്ള ഒരു നടപടിയായി തന്നെ നമുക്ക് ഈ ഒരു പോലീസ് സുരക്ഷയെ കാണേണ്ടതുണ്ട്. ഏതായാലും 10 മണി അല്പസമയത്തിനുള്ളിൽ തന്നെ ഇ ഡി എം ഡി, അതായത് ഇ ഡി യോഗം നടക്കുന്നതിന്റെ പശ്ചാത്തലത്തിൽ അതീവ സുരക്ഷയാണ് ഇപ്പോൾ ഒരുക്കിയിട്ടുള്ളത്, ബാരിക്കേഡുകൾ അടക്കം തീർത്തുകൊണ്ട്. നാം ഇനിയിപ്പോൾ വരാൻ പോകുന്നത് വിധിയാണ്. ഈ വിധി പ്രസ്താവം നിർണായകമാകുന്നത്, ഒന്ന്, ഇ ഡിക്ക് അനുകൂലമാകുന്ന ഒരു വിധിയുണ്ടായാൽ, ഇപ്പോൾ തന്നെ നമുക്കറിയാം ഈ രാഷ്ട്രീയമായി വലിയ ചർച്ച ചെയ്യപ്പെട്ട അല്ലെങ്കിൽ ഇ ഡി ആക്രമിക്കുന്ന തരത്തിലേക്ക് എത്തിയ ഒരു പശ്ചാത്തലം, ഹൈക്കോടതിയാണ് ഇ ഡിക്ക് അനുമതി നൽകിയത്, പരിശോധനകൾ തുടരാം, അന്വേഷണം നടത്താമെന്ന്. അങ്ങനെ ഒരു വിധി വന്നതിന് തൊട്ടു പിന്നാലെയായിരുന്നു 12 ഇടങ്ങളിൽ ഇ ഡിയുടെ പരിശോധന. അതുകൊണ്ട് തന്നെ ഇനി വരാൻ പോകുന്ന ഹൈക്കോടതി വിധിയും ഏറെ നിർണായകമാണ്. അതിൽ തന്നെ വീണയെ ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുമോ, വീണയുടെ അറസ്റ്റ് ഉണ്ടാകുമോ, ഗുരുതരമാകുന്ന ക്രമക്കേടുകളിൽ ഇനിയും പരിശോധനകൾ ഉണ്ടാകുമോ, ഇത്തരം നിരവധിയായ ചോദ്യങ്ങൾക്ക് ഉത്തരമാകുന്നത് ഈ ഹൈക്കോടതി വിധിയോടെയാണ്. ഇ ഡിക്ക് മുന്നോട്ട് പോകാം എന്നതാണ് എങ്കിൽ ഈ സാധ്യതകളാണ് മുന്നിൽ നിൽക്കുന്നത്. അതല്ല, CMRLന്റെ ഭാഗം കോടതി അംഗീകരിക്കുകയും അത് വിജയിക്കുകയും ചെയ്താൽ ഇനിയും നിയമ നടപടികളിലേക്ക് ഇ ഡിക്ക് കടക്കേണ്ടതായി വരില്ലേ? ഒരുപക്ഷെ സുപ്രീം കോടതി